അതാണ് ഫക്രുദ്ദീൻ അലി പറഞ്ഞത് ഫാക്ച്വൽ ആയിട്ടൊരു കാര്യമാണ്. അതായത് ഇവിടെ എന്റെ പോയിന്റ് ഇതാണ്, ഇവിടെ ഹിന്ദു മുസ്ലിം ഡിവൈഡിന് ഏറ്റവും കാരണമായിട്ടുള്ള എഴുത്തും പ്രസംഗവും ഇവിടുത്തെ ഉത്തമരായിട്ടുള്ള, അവരുടെ ഭാഷയിൽ ഉത്തമരായിട്ടുള്ള ഇടതുപക്ഷ പണ്ഡിതന്മാരുടെ ഭാഗത്തു നിന്ന് തന്നെയായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളെ കോഴിക്കോട്ടുകാരനായ ഹരിഹരൻ, KS ഹരിഹരൻ ആണെന്ന് തോന്നുന്നു, ഒരു പുസ്തകം എഴുതിയത് ഈ ബാബരി മസ്ജിദ് പൊളിച്ചതിനെ പറ്റി ഭയങ്കര ക്രൂരമായ എന്താ പറയാ മുസ്ലിം വേട്ടയാണെന്ന് നടന്ന രീതിയിൽ എഴുതിയിരിക്കുന്നു. പക്ഷേ ഹിന്ദു ടെമ്പിൾസ് വാട്ട് ഹാപ്പൻ ടു ദം എന്നൊരു പുസ്തകമുണ്ട്, സീതാറാം ഗോയലിന്റെ 2 വോളിയങ്ങളായിട്ടുള്ള പുസ്തകമുണ്ട്. അതിൽ വളരെ കൃത്യമായ ചരിത്രപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സീതാറാം ഗോയൽ സമർത്ഥിച്ചിട്ടുണ്ട് 48,000 ക്ഷേത്രങ്ങൾ ഇന്ത്യയിൽ ഉടനീളം ഈ മുഗള രാജവംശത്തിന്റെ അല്ലെങ്കിൽ മുഗളന്മാരുടെ പരമ്പരയിൽ അതിന് മുൻപും പിൻപും തകർക്കപ്പെട്ടിട്ടുണ്ട്. അവയുടെ തൂണുകൾ ഉപയോഗിച്ച് പള്ളികൾ പണിതിട്ടുണ്ട് എന്ന കാര്യം വസ്തുതയാണ്. ഇതുവരെ ഇന്ന് വരെ നമ്മുടെ എന്താ പറയാ റോമില താപ്പർ അടക്കമുള്ളവരോട് സീതാറാം ഗോയൽ നടത്തിയ എഴുത്തുകുത്തുകൾ മറ്റൊരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഈ റോമില താപ്പറും KN പണിക്കറും ഒക്കെ ചെയ്തിട്ടുള്ള ചതി എന്താന്ന് വെച്ചാൽ, ഈ തദ്ദേശീയരായ മുസ്ലിങ്ങൾക്കുള്ളിൽ ഒരു ഹിന്ദു വിരുദ്ധമായ ജ്വാലയെ കെടാതെ നിലനിർത്തുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ ഒരേ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന രീതിയിലാണ് 90-കൾ മുതൽ ഇന്ന് വരെ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് an apology, അതായത് അവരെ സംബന്ധിച്ച് അവർ ഹിന്ദു സമൂഹത്തോടും മുസ്ലിം സമുദായത്തോടും ഒരുപോലെ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. കാരണം യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കുക. ഒരു മുസ്ലിം പള്ളി പൊളിച്ചിട്ട് ഒരു ക്ഷേത്രം പണിതിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് ആദ്യം പറയുക ഞാനായിരിക്കും. അതുപോലെ തന്നെ രാമനെ ഏറ്റവും അധികം ഹൃദയത്തിലേറ്റുന്ന നമ്മുടെ ശ്രീരാമനെ അദ്ദേഹത്തിന്റെ ഭൂമിയിൽ അദ്ദേഹത്തിന് വേണ്ടി പണിതിട്ടുള്ള ക്ഷേത്രത്തിൽ അത് പൊളിച്ചിട്ട് ഏതെങ്കിലും രാജവംശം രാജനൈതികതയുടെ ഭാഗമായിട്ടൊരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ പള്ളി തകർക്കപ്പെടുകയല്ല, നീക്കം ചെയ്തിട്ട് അവിടെ പുനഃസ്ഥാപിക്കണം ക്ഷേത്രം എന്നതാണ് അതിന്റെ സ്വാഭാവികവും ന്യായവുമായ പരിപാടി. അത് ചെയ്യുക മാത്രമാണ് ഇവിടെയുള്ള സംഘപരിവാർ സംഘടനകൾ ചെയ്തിട്ടുള്ളത്. മറിച്ച് അത് ആ സമയത്ത് ഏറ്റവും അധികം ആളി കത്തിച്ചത് എക്സ്കവേഷന് ശേഷം പോലും, അതാണ് നമ്മുടെ KK മുഹമ്മദ് പറഞ്ഞിരിക്കുന്ന കാര്യം, അത് വായിക്കണം. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഏറ്റവും അധികം മുസ്ലിങ്ങളുടെ ഇടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ചരിത്രകാരന്മാരുടെ എഴുത്തുകളാണെന്നാണ്. അത് നമുക്ക് തമസ്കരിക്കാൻ പറ്റില്ല. ഇത് പറഞ്ഞിരിക്കുന്നത് P പരമേശ്വരനോ അല്ലെങ്കിൽ മോഹൻ ഭാഗവതോ അല്ല. ഇങ്ങനെ ഈ രാജ്യത്ത് ഹിന്ദു മുസ്ലിം ഡിവൈഡിന് ഏറ്റവും ആഴം കൂട്ടിയിരിക്കുന്നത് JNUവിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള ചില വിഷകുംഭങ്ങളാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഫക്രുദ്ദീൻ അലി എടുക്കുന്ന ഒരു സ്റ്റാൻഡിനോട് ഞാൻ യോജിക്കുന്നു. കാരണം ഈ രാജ്യത്ത് എല്ലാ മതങ്ങളും തത്തുല്യമായ രീതിയിൽ മുന്നോട്ട് പോകേണ്ടതാണ്. പക്ഷേ എല്ലാവർക്കും സ്വാഭിമാനം എന്നൊന്നുണ്ട്. താങ്കളുടെ പൂർവികരുടെ സ്വത്ത് നഷ്ടപ്പെട്ടാൽ നോവുന്നത് പോലെ എല്ലാവരുടെയും സ്വാഭിമാനത്തെ കൂടെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് കണ്ടിട്ടാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ ഈ വലിയ ഒരു പദ്ധതിയിൽ ഏർപ്പെട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എന്തെങ്കിലും വാക്ക് പറഞ്ഞതിൽ ഫക്രുദ്ദീൻ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ക്ഷമ ചോദിക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത്, ഇവിടെ ഇടതുപക്ഷത്തിന്റെ എക്കാലത്തെയും ആയുധമായി അവർ ഉപയോഗിച്ചിരുന്നത് അയോധ്യ എന്നൊരൊറ്റ പദമാണ്. പക്ഷെ നോക്കൂ, ഹിന്ദു ഹൃദയഭൂമി എന്നും ഹിന്ദി ഹൃദയഭൂമി എന്ന് വിളിക്കാവുന്ന ഉത്തരേന്ത്യയിലെ ജനങ്ങൾക്ക് രാമൻ അവരുടെ ജീവനാഡിയാണ്. ആ രാമനെ പുനഃപ്രതിഷ്ഠിക്കുക എന്നത് അത് അള്ളാഹുവിനെതിരല്ല, മുഹമ്മദ് നബിക്കെതിരല്ല, ക്രിസ്തുവിനെതിരല്ല. ഞങ്ങളുടെ സ്വാഭിമാനത്തെ ഒന്ന് വീണ്ടെടുത്തു കൊള്ളട്ടെ എന്ന അഭ്യർത്ഥന മാത്രമാണ്. അതിനെപ്പോലും പരിഹസിക്കുകയും വിമർശിക്കുകയും മുസ്ലിങ്ങളെ നമുക്ക് എതിരാക്കി തീർക്കുകയും ചെയ്തത് കോൺഗ്രസുകാരെക്കാൾ ഇവിടുത്തെ ഇടതുപക്ഷമാണെന്ന കാര്യം ആരും മറന്നു പോകരുത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ല, അതിജീവനത്തിന് അങ്ങനെ പറ്റുള്ളൂ. ശ്രീ വിദ്യാസാഗർ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ചു കഴിഞ്ഞാൽ തീർന്നല്ലോ. ഇടതുപക്ഷ ഇതിന്റെ കാര്യം അറിയോ, ഇപ്പം ഗുരുമോദി പറഞ്ഞു വന്നപ്പോ ഞാനാണല്ലോ ഇതിന്റെ ഒരു ഇൻ ഡീറ്റെയിൽ പോയത്. എന്റെ ഹിസ്റ്ററിയൊക്കെ ബന്ധപ്പെട്ടേക്കുന്ന ആള് ഞാനാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് കണ്ടിരിക്കുന്ന ആളെന്താ വിചാരിക്കാതെയോ, സംഭവിച്ച അജീവനാണ് ഉദ്ദേശിക്കുന്നത് എന്നോടാണെന്ന് പറയാം. സ്റ്റാൻഡ് ഞാൻ അംഗീകരിക്കുന്നു. ഫക്രുദ്ദീൻ പറഞ്ഞല്ലോ, ഇപ്പൊ പ്രോ ഡെവലപ്മെന്റ് ആയിട്ട് ചിന്തിക്കുക. ഈ മതം എന്നുള്ളത് വൈയക്തികമായ ഒരു കാര്യമാണ്. എല്ലാവരും രാജ്യ വികസനം, രാഷ്ട്രം എന്നൊരു സമ്പ്രദായത്തിൽ വരിക എന്നുള്ളത് അനിവാര്യമാണ്. അതിലേക്ക് എല്ലാവരും വന്നേ പറ്റൂ. എപ്പോഴും എന്റെ മതം എന്ന് പറഞ്ഞിട്ട് ഫൈറ്റ് ചെയ്യുന്ന രീതിയിൽ നിന്ന് നമ്മൾ മാറുന്നതാണ് നല്ലത് എല്ലാവരും. അല്ല, അതാണ് നല്ലത്.